പത്തനംതിട്ട ചിറ്റാർ വെല്ലൂന്നിപ്പാറയിൽ കിണറ്റിൽ വീണ കടുവയെ മയക്കുവെടി വെച്ച് പുറത്തെടുത്തു. 10 മണിക്കൂർ നീണ്ട ദൌത്യത്തിനൊടുവിലാണ് കരയ്ക്കെത്തിച്ചത്. തേക്കടിയിൽ നിന്നെത്തിയ വെറ്ററിനറി സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച ശേഷം ഉൾവനത്തിലേക്ക് തുറന്നുവിടും. ഇന്ന് പുലർച്ചെ വില്ലൂന്നിപ്പാറയിലെ സദാശിവന്റെ വീടിന് തൊട്ടടുത്തുള്ള കിണറ്റിൽ നിന്നും അലർച്ചയും ശബ്ദവും കേട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് കടുവ കിണറ്റിലകപ്പെട്ട വിവരം അറിയുന്നത്. 5 മണിയായപ്പോൾ ഇതിനകത്തങ്ങ് സൗണ്ട്. അപ്പം ഞാൻ ഇവിടോട്ട് വന്ന് നോക്കിയപ്പോൾ ഒരു അമർച്ച. ഞാനങ്ങ് പേടിച്ചു, പുറകോട്ടങ്ങ് പോയി. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി കിണർ മൂടി. മയക്കുവെടി വെക്കാനായി തേക്കടിയിൽ നിന്ന് പ്രത്യേക സംഘമെത്തി. അഗ്നിശമന സേനയുടെ വല കിണറ്റിലേക്ക് ഇറക്കി കടുവയെ വലയിൽ കയറ്റാൻ ശ്രമിച്ചെങ്കിലും ആദ്യ ശ്രമം പരാജയപ്പെട്ടു. രണ്ടാമത്തെ ശ്രമത്തിൽ കടുവ വലയിലായി. ഉടൻ തന്നെ മയക്കുവെടിയും വെച്ചു. മണിക്കൂറുകളോളം വെള്ളത്തിൽ കിടന്നതിന്റെ അവശതയല്ലാതെ മറ്റു പ്രശ്നങ്ങൾ കടുവയ്ക്കില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ആരോഗ്യ പരിശോധന നടത്തും. ബാക്കി കാര്യങ്ങൾ ചീഫ് വൈൽഡ് ലൈഫ് അനുമതിയോടെ തീരുമാനിക്കും. ഉദ്ദേശം 2-3 വയസ്സിന്റെ പ്രായമാണ് കണക്കാക്കുന്നത്. നിലവിൽ പ്രത്യക്ഷത്തിൽ പരിക്കുകളൊന്നും കാണുന്നില്ല. നമ്മൾ വടശ്ശേരിക്കര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ച് കൂടുതൽ പരിശോധന നടത്തിയ ശേഷം കടുവയെ ഉൾവനത്തിലേക്ക് തുറന്നുവിടും. 8 ദിവസത്തിനിടയിൽ 2 കടുവകളെയാണ് തണ്ണിത്തോട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ഇപ്പോൾ വനംവകുപ്പ് പിടികൂടിയിരിക്കുന്നത്. രണ്ടും ജനവാസ മേഖലയിലാണ്. ഈ മേഖലയിൽ വന്യജീവി ശല്യത്തിന് ഇനിയെങ്കിലും അറുതി വരുത്താൻ ശാശ്വതമായ പരിഹാരങ്ങൾ ഉണ്ടാകണമെന്നാണ് ഈ നാട്ടുകാർക്ക് ജനപ്രതിനിധികളോടും വനം വകുപ്പിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. വില്ലൂന്നിപ്പാറയിൽ നിന്നും ക്യാമറാമാൻ അനന്തുവിനൊപ്പം നന്ദുഷായസ്, മീഡിയ 1, പത്തനംതിട്ട.